ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു അഹല്യ. അതീവ സുന്ദരിയായ അവളെ ഇന്ദ്രൻ കാണുകയും അവളെ പ്രാപിക്കണമെന്ന മോഹമുണ്ടാവുകയും ചെയ്തു. അതിനായി ഒരു ദിവസം പാതിരാത്രി ആശ്രമവളപ്പിൽ എത്തി ഒരു പൂവൻ കോഴിയായി കൂകി. അത് കേട്ട് മുനി കുളിക്കാനായി ഗംഗയിലേക്ക് പോവുകയും അവിടെ എത്തി നോക്കുമ്പോൾ ഗംഗ ഉണർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു. ആശ്രമത്തിൽ തിരികെ എത്തിയ അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് തന്നെ പോലെ ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ടു. ഗൗതമ മഹർഷിയോട് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിഞ്ഞ ദേവേന്ദ്രൻ തന്റെ സ്വന്തം രൂപം വെളിപ്പെടുത്തി. കോപിഷ്ഠനായ മുനി ദേവേന്ദ്രനെ ശപിച്ചു. ബഹളം കേട്ട് പുറത്തു വന്ന അഹല്യ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ഭർത്താവിന്റെ കാൽക്കൽ വീണു മാപ്പപേക്ഷിച്ചു. പക്ഷേ മുനി അവളെയും ശപിച്ച് ഒരു ശിലയാക്കി. വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് യാഗം കഴിഞ്ഞു മടങ്ങിയ രാമലക്ഷ്മണന്മാർ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ കയറുകയും അവിടെ വെച്ച് ശ്രീരാമൻ തന്റെ വലതു പാദം ശിലയിൽ തൊട്ടു. ശിലയിൽ പാദസ്പർശമേറ്റതും സുന്ദരിയായി മാറിയ അഹല്യ ശ്രീരാമനെ വന്ദിച്ചു ഭക്തിപൂർവ്വം സ്തുതിച്ചു.